Hello everyone, welcome back to Xylem, welcome back to the world of English. My name is Nasser Faruddin, Faculty of English, Xylem Learning. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്, but it's been a while. And I am here to remind you something very serious before it is too late. എനിക്കറിയാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കോർ സബ്ജക്റ്റുകൾ പഠിക്കുന്ന തിരക്കിലാണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസും ഒക്കെ പഠിച്ച് നിങ്ങൾ ആ ടെൻഷനിൽ ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ആ ചാപ്റ്ററുകളുടെ വലുപ്പം നോക്കി നിങ്ങളിങ്ങനെ അന്താളിച്ചിരിക്കുമായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ അഗ്നി ബാച്ചിലർ മെമ്പേഴ്സാണ്, നിങ്ങൾ അവിടുന്ന് ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊക്കെ നിങ്ങൾ മിസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അത് ലാംഗ്വേജസ് ആണ്, എസ്പെഷ്യലി ഇംഗ്ലീഷ്. നമുക്കറിയാം ഓണപരീക്ഷ ഈസ് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. ഒരുപാട് ദിവസമൊന്നുമില്ല, സെപ്റ്റംബർ മാസത്തിലാണ്. ചോദ്യം, നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയോ ഇത്രയും കാലമായിട്ട്? സ്കൂളിൽ നിന്ന് ചിലപ്പോൾ ചാപ്റ്റർ എടുക്കുന്നുണ്ടാവും, നിങ്ങൾ എന്തൊക്കെയോ കഥകൾ കേട്ട് പോകുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്ത, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ പ്രിഡിക്റ്റ് ചെയ്ത, ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത? സീരിയസ്ലി? ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ കുഞ്ഞു കുഞ്ഞു എപ്പിസോഡ്സ് ആയിട്ട്, വീഡിയോസ് ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും ഇനി മുതൽ അങ്ങോട്ട് പഠിക്കാൻ പോവാണ്. സോ നിങ്ങളുടെ നിങ്ങളുടെ പ്രോത്സാഹനം എങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കും അടുത്ത വീഡിയോ വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. നമുക്കറിയാം നിങ്ങൾക്ക് +2 പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് 3 L's of Empowerment by Christian Legade. സോ ആ ചാപ്റ്റർ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്? ഓരോ ചാപ്റ്ററും ഓരോ രീതിയിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ വളരെ ഡീറ്റെയിൽഡായി ക്യാരക്ടർ സ്കെച്ചൊക്കെ പഠിച്ച് അതിൽ ഇൻസിഡൻസ് ഒക്കെ കൃത്യമായി പ്ലോട്ട് ചെയ്ത് അങ്ങനെ പഠിക്കേണ്ടി വരും. ചില പോയംസ് നിങ്ങൾ ലൈൻ ബൈ ലൈൻ പഠിക്കേണ്ടി വരും. എന്നാൽ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ അത്രയും ഡെപ്തിൽ ജമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് 3 L's of Empowerment is one among those chapters. എങ്ങനെയാണ് ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കേട്ടോളൂ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3 L's of Empowerment എന്ന് വരാൻ സാധ്യതയുള്ളത് വളരെ ജനറൽ ആയിട്ടുള്ള, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, Christian Legade says it is time to create a world where all women can meet their potential without impediment or prejudice and the world will reap the benefits. So ഇത് നിങ്ങളുടെ സ്പീച്ചിൽ അവസാന ഭാഗത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചോദ്യം ഇതാണ്, പ്രിപ്പയർ എന്ന് വായിക്കുക, പ്രിപ്പയർ ആൻ എസ്സേ. നിങ്ങളോട് എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യാനാണ്. ഓൺ ദി ടോപ്പിക് വുമൺ എംപവർമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർട്വൈൻഡ്. വുമൺ എംപവർമെൻറ്റും ഡെവലപ്മെൻറ്റും എന്താണ്? പരസ്പര പൂരകങ്ങളാണ്, അല്ലെങ്കിൽ ഇൻ്റർട്വൈൻഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് എന്നതിനെക്കുറിച്ച് എസ്സേ. നിങ്ങൾക്ക് മനസ്സിലായി ഈ എസ്സേ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എപ്പോഴും ഈ ജനറൽ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇതിനാവശ്യമായിട്ടുള്ള പോയിൻറ്റ്സ്, ഡാറ്റ കൃത്യമായി കളക്ട് ചെയ്ത് വെക്കുന്നു, കൃത്യമായി എഴുതി പഠിക്കുന്നു. എന്നിട്ട് എങ്ങനെയാണോ ചോദ്യം ചോദിച്ചത് അതിനനുസരിച്ച് നിങ്ങൾ ഈ പോയിന്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ഹിൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹിൻസ് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഇതേപോലൊരു ക്വസ്റ്റ്യൻ എവിടെ ചോദിച്ചിട്ടുണ്ട്? 2019 മാർച്ചിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ 8 മാർക്കിൻ്റെ വലിയ ചോദ്യങ്ങളാണ്. പക്ഷേ 8 മാർക്കിൻ്റെ വലിയ ചോദ്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ നമുക്ക് 5 മിനിറ്റ് മതി. നിങ്ങൾ 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. ബാക്കി നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ജനറൽ അവയർനെസ് എന്താണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ആകെ ഇത്ര മാത്രമാണ് ഈ ചാപ്റ്ററിൽ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം. നോക്കൂ, ഹിയർ വി ഗോ. Emancipation and empowerment of women is of prime importance in every society. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമാണ്. 2 വേർഡ്സ് ഉണ്ട് അവിടെ. ഒന്ന് ഇമാൻസിപ്പേഷൻ ആണ്, മറ്റൊന്ന് എംപവർമെൻ്റ് ആണ്. എംപവർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശാക്തീകരണം എന്നാണ്, ശക്തിപ്പെടുത്തുക എന്നാണ്. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോചനം എന്നാണ്. എവിടുന്ന് മോചിപ്പിക്കണം? ഫ്രം ദ ക്ലച്ചസ് ഓഫ് പാട്രിയാർക്കൽ സൊസൈറ്റി, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. അപ്പം എന്താ ഈ പോയിന്റ് പറയുന്നത്? ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൺ, സ്ത്രീകളുടെ ശാക്തീകരണവും വിമോചനവും ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ്, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഇൻ എവ്രി സൊസൈറ്റി, എല്ലാ സമൂഹത്തിലും. ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്ത്, വി ഹാവ് അച്ചീവ്ഡ് പാർഷ്യൽ സക്സസ്. ഈ ഇമാൻസിപ്പേഷൻ്റെയും എംപവർമെൻറ്റിൻ്റെയും കാര്യത്തിൽ നമ്മൾ പാർഷ്യൽ സക്സസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? അച്ചീവ് ചെയ്തിട്ടുള്ളൂ, ഭാഗികമായ വിജയം. ബട്ട് വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. പക്ഷെ നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. സോ ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ എസ്സേയിലേക്ക്, അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയലിലേക്ക് ഈ സാധനത്തെ ക്ലബ് ചെയ്യാം. അടുത്ത പോയിന്റ് നോക്കൂ. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. എന്താണ്? എക്കണോമിക് റോൾ ഓഫ് വിമൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാലഞ്ച്. ക്രിസ്ത്യൻ ലെഗാഡെ ഈ ചാപ്റ്ററിൽ സ്ത്രീകളുടെ മുഴുവൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാ ഡയമെൻഷൻസിനെ കുറിച്ചും പറയുന്നില്ല. ക്രിസ്ത്യൻ ലെഗാഡെ ഫോക്കസ് ചെയ്യുന്ന ഡയമെൻഷൻ ഏതാണ്? എക്കണോമിക് റോളാണ്, സാമ്പത്തികമായിട്ടുള്ള റോളാണ്, പ്രാധാന്യമാണ്. ഇനി നോക്കൂ,
ആസ് എ കോൺസിക്വൻസ്, എന്ത് കോൺസിക്വൻസ്? സ്ത്രീകൾക്ക് എക്കണോമിക് റോൾ ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് മെനി കൺട്രീസ്, പല രാജ്യങ്ങളും ലാഗ് ഇൻ ദർ പെർ ക്യാപിറ്റ ഇൻകം, അല്ലേ? നോക്കൂ, അവരുടെ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനത്തിൽ ലാഗ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ എക്കണോമിക്സിനെ ബാധിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു രാജ്യത്ത് 100 പേരുണ്ടെന്ന് വിചാരിക്കൂ, 50 സ്ത്രീകളും 50 പുരുഷന്മാരും. പുരുഷന്മാർക്ക് മാത്രം എക്കണോമിക് റോൾ, അവർക്ക് മാത്രം ജോലി, സമ്പാദ്യം, വരുമാനം, സേവിങ്സ് എല്ലാം. പക്ഷേ ആ രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനം എടുക്കുന്ന സമയത്ത് ഇവരെ മാത്രമാണോ കൺസിഡർ ചെയ്യുക? അല്ല, സ്ത്രീകളെയും കൺസിഡർ ചെയ്യും, ഈ 100 പേരെയും കൺസിഡർ ചെയ്യും. അപ്പോൾ സ്ത്രീകൾക്ക് എക്കണോമിക് റോൾ ഇല്ലാതായിരുന്ന സമയത്ത് അതൊരു രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകത്തെ എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കൂ, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റാണ് കേട്ടോ, പുതുതായിട്ടൊന്നുമല്ല. വിമൺ ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദിസ് സീരിയസ് പ്രോബ്ലം. സ്ത്രീകൾക്ക് എക്കണോമിക് റോൾ കിട്ടുന്നില്ല, അവരുടെ പൊട്ടൻഷ്യൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. അതിന് റെസ്പോൺസിബിൾ, ഉത്തരവാദികൾ ആരല്ല? ഇറ്റ് ഇസ് നോട്ട് വിമൺ. പിന്നെ ആരാണ് നമുക്കറിയാം. ദേ ക്യാൻ കോൺട്രിബ്യൂട്ട്, അവർക്ക് ഈ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, സംഭാവന ചെയ്യാൻ പറ്റും. ബട്ട് ദേ ആർ ബ്ലോക്ക് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദ ട്രൂ പൊട്ടൻഷ്യൽ. അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ പൊട്ടൻഷ്യൽ, കഴിവ് ആരാൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു? ബൈ ദ പാട്രിയാർക്കൽ സൊസൈറ്റി, ബൈ ദ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി, ഓർ ബൈ ദ സൊസൈറ്റി ഇൻ ജനറൽ. എന്നിട്ട് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു. ദേ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. അവർക്ക് തുല്യ അവസരങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു? ഡിനൈ ചെയ്യപ്പെടുന്നു. We can solve this problem with 3 L's. എങ്ങനെയാണ് ഈ എക്കണോമിക് റോൾ ഓഫ് വിമൻ എന്നുള്ള ചാലഞ്ച് നമ്മൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? അതിന് ക്രിസ്റ്റ്യൻ ലെഗാർഡ് സജസ്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങൾ, 3 L's, അതാണ് ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. എന്തൊക്കെയാണ് ഈ L's? The 3 L's of women empowerment are learning. ഒന്നെന്താണ്? പഠിക്കുക എന്നുള്ളതാണ്, ലേണിംഗ് ആണ്, വിദ്യാഭ്യാസമാണ്. രണ്ടാമത്തേത് ലേബറാണ്, ജോലിയാണ്, തൊഴിലാണ്. മൂന്നാമത്തെ ലീഡർഷിപ്പാണ്. ഓക്കെ, ലീഡർഷിപ്പ്. ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ചും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ഷോർട്ടായിട്ട് പഠിക്കുന്നു. ഓക്കെ, മിനിമം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആദ്യത്തെ എന്താണ്? ലേണിംഗ്. ലേണിങ്ങിനെ കുറിച്ച് ലെഗാർഡ് പറയുന്ന ഇതാണ്: ലേണിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഔട്ട് ഓഫ് ദ 3 സൊല്യൂഷൻസ്, ലേണിംഗ് ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ വൺ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ചേഞ്ചസ്. എല്ലാ മാറ്റങ്ങളുടെയും അടിത്തറ, എല്ലാ മാറ്റങ്ങളുടെയും ഫൗണ്ടേഷൻ, ബേസ് എന്ന് പറയുന്നത് ലേണിംഗ് ആണ് എന്ന് ആരൊപ്പൈൻ ചെയ്യുന്നു, ആരഭിപ്രായപ്പെടുന്നു? ക്രിസ്റ്റ്യൻ ലെഗാർഡ്. ഇറ്റ് എംപവേഴ്സ് വിമൺ ടു ടാപ്പ് ഔട്ട് ദർ ഇൻബോൺ ടാലൻസ്. അല്ല, നിങ്ങൾക്ക് ഒരുപാട് ടാലൻസ് ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ ടാപ്പ് ഔട്ട് ചെയ്യാൻ, പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തിൻ്റെ ആവശ്യം കൂടെയുണ്ട്? ലേണിങ്ങിൻ്റെ ആവശ്യമുണ്ട്, അറിവിൻ്റെ ആവശ്യമുണ്ട്. അതൊരു ഫോർമൽ എഡ്യൂക്കേഷൻ ആവണമെന്ന് നിർബന്ധമില്ല, ബട്ട് അറിവ്, വിസ്ഡം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനിയോ, ഇറ്റ് ഹെൽപ്സ് വിമൺ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. അല്ലേ, എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൂഷൻ്റെ ഓപ്പോസിറ്റ് ആണ് എക്സ്ക്ലൂഷൻ. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തുക, എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പുറത്താക്കുക. സോ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ്റെ എന്താ? ചങ്ങലക്കെട്ടുകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ എന്ത് സഹായിക്കും? ലേണിംഗ് സഹായിക്കും. ബിക്കോസ് അങ്ങനെ ലേണിംഗ് ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ റൈറ്റ്സിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കുള്ളൂ, നിങ്ങളുടെ പൊസിഷനെ കുറിച്ച്, നിങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, നിങ്ങളുടെ പൊട്ടൻഷ്യലുകളെ കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ലേണിംഗ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത് പുള്ളിക്കാരത്തിൽ പറയുന്നത് ലേബറിനെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. നോക്കൂ, വിമൺ ഫേസ് മെനി ചാലഞ്ചസ് ഇൻ ദ വർക്ക് പ്ലേസ്. നമുക്കറിയാം എന്തൊക്കെയാണ് ആ ചാലഞ്ചസ്. ഒന്ന്, ലോ പേയിങ് ആണ്, വേതനം കുറവാണ്. ലോ സ്റ്റേറ്റസ് ആണ്, ഒരേ ജോലി പുരുഷനും സ്ത്രീയും ചെയ്യുമ്പോൾ അവിടെ സ്ത്രീ എന്ത് ചെയ്യുന്നു? രണ്ടാം കിടയായി മാറുന്നു. ദെൻ ലോ സെക്യൂരിറ്റി ആണ്, നിങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല ജോലി എത്ര കാലം മുന്നോട്ട് പോകുന്നു. ലോ സെക്യൂരിറ്റി. ഗവൺമെൻറ് സെക്ടറുകളെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ആർ സം ഓഫ് ദം. വി ഷുഡ് അപ്ഹോൾഡ് ദ ബേസിക് നോംസ് ഓഫ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബേസിക് നോം ആയിട്ടുള്ള ഈക്വൽ പേ ഫോർ ഈക്വൽ ജോബ്, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറഞ്ഞ നോം എന്ത് ചെയ്യണം? നമ്മൾ അപ്ഹോൾഡ് ചെയ്യണം, ഉയർത്തിപ്പിടിക്കണം എന്ന് ലെഗാർഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ആലോചിക്കുക, ഇത് ഇന്ന് എഴുതിയതല്ല, 2024 സ്പീച്ച് അല്ല, ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. സോ ആ സോഷ്യോ കൾച്ചറൽ മിനിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ദെൻ ദ നെക്സ്റ്റ് തിങ്, എക്കണോമിക് ഇൻഡിപെൻഡൻസ് എംപവേഴ്സ് വിമൺ. എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വിമൺ എന്ന് പറയുന്നത് എംപവേർഡ് ആയിട്ടുള്ള വിമൺ ആണ്. കാരണം അവൾക്ക് സ്വപ്നങ്ങൾ കാണാൻ, അവളുടെ ഐഡിയാസ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ദെൻ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, ലീഡർഷിപ്പിലേക്കൊക്കെ എന്ത് ചെയ്യും? എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഹെൽപ്പ് ചെയ്യും. ദ ലാസ്റ്റ് പോയിന്റ്, ലീഡർഷിപ്പ്. ദ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ലീഡർഷിപ്പാണ്. നോക്കൂ, വിമൺ ക്യാൻ ബി ഗുഡ് ലീഡേഴ്സ് അക്കോർഡിംഗ് ടു ക്രിസ്റ്റ്യൻ ലെഗാർഡ്. ക്രിസ്റ്റ്യൻ ലെഗാർഡിൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് നല്ല ലീഡേഴ്സ് ആവാൻ പറ്റും. യു ക്യാൻ ഡിഫർ, യു ക്യാൻ എഗ്രി, ഇറ്റ്സ് അപ്പ്
ടു യു. പക്ഷേ ഞാൻ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ്. ഇനിയോ, ദേ ക്യാൻ മേക്ക് പ്രോപ്പർ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഇൻക്ലൂഷൻ ആൻഡ് കമ്പാഷൻ. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ, സ്ത്രീകൾ ലീഡേഴ്സ് ആവുന്ന സമയത്ത് അവർക്ക് നല്ല പ്രോപ്പറായിട്ട് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ബേസ്ഡ് ഓൺ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ഒരു സ്ത്രീ ഡിസിഷൻ എടുക്കുന്ന സമയത്ത്? ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളിക്കും. പിന്നെയോ കമ്പാഷൻ, അവിടെ എന്തുകൂടെ ഉണ്ടാവും? കമ്പാഷൻ്റെ എലമെൻറ്റ്സ് കൂടെ ഉണ്ടാവും. Then women should be ready to take risk and to dare the difference. സ്ത്രീകൾ എന്താവണം? റിസ്ക് എടുക്കാൻ തയ്യാറാവണം. പിന്നെയോ ഈ ഡിഫറൻസുകൾ, ഈ എന്താ പറയുക, വ്യത്യാസങ്ങളെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം എന്നും ആര് പറയുന്നുണ്ട്? ക്രിസ്റ്റ്യൻ ലെഗാർഡ് പറയുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് തിങ് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ വായിച്ചാണ്, ദ എൻറ്റയർ വേൾഡ് ക്യാൻ റീപ് ദ ബെനിഫിറ്റ്സ് ഓഫ് വിമൺ എംപവർമെൻറ്റ്. വിമൺ എംപവർമെൻറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ വിമൺ, ഇറ്റ് ഈസ് ഫോർ ദ എൻറ്റയർ ഹ്യൂമാനിറ്റി. ഓക്കെ, സോ വിമൺ, സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, അത് സമൂഹത്തിന് മുഴുവൻ എന്താണ്? ബെനിഫിഷ്യൽ ആണ് എന്നാര് പറഞ്ഞു വെക്കുന്നു? ക്രിസ്റ്റ്യൻ ലെഗാർഡ് പറഞ്ഞു വെക്കുന്നു. സോ ഇത്രയും നിങ്ങൾ ബേസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ യു ആർ ഗുഡ് ടു ഗോ ഫോർ ദ എക്സാമിനേഷൻ. പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ദെൻ ആഡ് ഓൺ സെൻറ്റൻസസ് ഒക്കെ ആഡ് ഓൺസ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. ആൻഡ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ, അടുത്ത ചാപ്റ്ററിൻ്റെ ഇതുപോലുള്ള ഒരു വൺ ഷോട്ട് കുഞ്ഞ് വീഡിയോ വേണമെങ്കിൽ, യു നീഡ് ടു ലെറ്റ് മീ നോ ദാറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ആൻഡ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. Thank you everybody. I'll see you with another interesting video. Until then, this is Nasser Faruddin signing off from Xylem Learning. Bye da.